സർക്കാർ അനുവദിച്ച PRS വായ്പകൾ SBI തടഞ്ഞു വയ്ക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ SBI എലപ്പുള്ളി ബ്രാഞ്ചിന് മുന്നിൽ CPIഎമ്മിന്റെ പ്രതിഷേധം നടക്കുന്നത്. ഈ SBI ബ്രാഞ്ച് തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് സമരക്കാർ പറയുന്നത്. ഈ മുടങ്ങിക്കിടക്കുന്ന വായ്പകൾ അനുവദിച്ചതിന് ശേഷം മാത്രമേ ഈ ബാങ്ക് തുറക്കാൻ അനുവദിക്കൂ എന്നുള്ളതാണോ? ഇവിടെ കർഷകർക്ക് നൂറുകണക്കിന് കർഷകരുടെ PRSകൾ വാങ്ങിവെച്ചിരിക്കുകയാണ് ബാങ്ക്. അങ്ങനെ വാങ്ങിവെച്ച് മാസം 1 കഴിഞ്ഞു. PRS വായ്പയ്ക്കായിട്ട് ആധാർ കാർഡ്, ID കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, മറ്റ് രേഖകളെല്ലാം PRS ഉൾപ്പെടെ വാങ്ങിവെച്ചിട്ട് മാസം 1 കഴിഞ്ഞിട്ടും ഈ എലപ്പുള്ളി സർവീസ് സഹകരണ എലപ്പുള്ളി SBI പണം കൊടുക്കുന്നില്ല. ഇവിടെ മാത്രമാണോ അതോ മറ്റ് ബ്രാഞ്ചുകളിൽ ഇത്? സമാനമായി എല്ലാ SBI ശാഖകളിലും ഇതാണ് സ്ഥിതി. SBI കൺസോർഷ്യത്തിൻ്റെ പ്രധാന ഭാഗമാണ് കേരളത്തിലെ നെൽകർഷകരുടെ. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും SBIയും കൺസോർഷ്യത്തിൽ ഉൾപ്പെടുന്നതാണ് കർഷകരുടെ നെല്ലിൻ്റെ പണം കൊടുക്കാൻ. പക്ഷേ ഇവർ കൊടുക്കുന്നില്ല. ഇവർ അനാസ്ഥ കാണിക്കുന്നു, കർഷകരെ വഞ്ചിക്കുന്നു, കർഷകരെ പറഞ്ഞു പറ്റിക്കുന്നു. കർഷകരുടെ നെല്ലിൻ്റെ പണം നെല്ല് അളന്ന ഉടനെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൺസോർഷ്യത്തിൽ ഇവർ ചേർന്നിട്ടുള്ളത്. കൺസോർഷ്യത്തിൽ ചേർന്നത് നെല്ലളന്ന പണം കൊടുത്ത് PRS ക്ലിയറൻസ് തന്നാൽ അടുത്ത ദിവസം പണം കൊടുക്കുക പറഞ്ഞ കൺസോർഷ്യത്തിൽ SBI ഉൾപ്പെടെ കാനറ ബാങ്ക് ഉൾപ്പെടെ ചേർന്നിട്ടുള്ളത്. 4 മാസം വൈകിയതിൻ്റെ ഉത്തരവാദി ഈ SBIയും സപ്ലൈകോയുമാണ്. ഇവിടെ മാത്രം എത്ര പേർക്ക് ഇനി കിട്ടാനുണ്ട്, വായ്പ കിട്ടാനുണ്ട്? ഏതാണ്ട് പാലക്കാട് താലൂക്കിൽ 33,000-ഓളം ആളുകൾക്ക് പൈസ കിട്ടാനുണ്ട് പാലക്കാട് ജില്ലക്കകത്ത്. പെൻഡിങ് വായ്പകളൊക്കെ നൽകിയതിനു ശേഷം മാത്രമേ ബാങ്കിന്റെ പ്രവർത്തനത്തെ അനുവദിക്കൂ. ഇവിടെ കർഷകരുടെ പണം നൽകുമെന്ന ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയാൽ, ഇന്ന് മുതൽ കൊടുക്കുമെന്ന ഉറപ്പ് കിട്ടിയാൽ ബാങ്ക് തുറക്കാൻ ഞങ്ങൾ അനുവദിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഈ വായ്പകൾ നൽകുന്ന കാര്യത്തിൽ തീരുമാനമായതിനു ശേഷം മാത്രമേ ഉപരോധ സമരം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പറയുന്നത്. മൽഗോഴ്സി മോഹനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.